ബാല. ഈ നമ്മുടെ സൊസൈറ്റിയിൽ രണ്ട് വിഭാഗം ജനതയുണ്ട്. നാർസിസ് പേഴ്സണാലിറ്റി കൊണ്ട് നടക്കുന്ന ഒരാളും സോഷ്യോപാത്ത് എന്ന് പറയുന്ന ഒരു പ്രത്യേക കാറ്റഗറി. ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് മലയാളീകരിച്ച് പറഞ്ഞു തരാം. നാർസിസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇംഗ്ലീഷ് എന്തരാണോ എന്തോ, നാർസിസം അതായത് നല്ല ഉച്ചപ്രാന്ത്, മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവനായ ഉണ്ണി, പക്ഷേ വീട്ടിൽ കുടുംബത്തിൽ മറ്റുള്ളവരുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആളുകളെടുത്ത് സൈക്കോ. അതിനെയാണ് നാർസിസം എന്ന് പറയുക. സോഷ്യോപാത്ത് അതായത് സോഷ്യലി അവരുടെ ബിഹേവിയർ ഭയങ്കര ഡീസൻ്റ് ആയിരിക്കും, പക്ഷേ അവരുടെ ഉന്നർ മൈൻഡ് വളരെ ക്രൂക്കഡ് ആയിരിക്കും. അസൂയയുടെ മറ്റൊരു മുഖമായിരിക്കും അവർ. പക്ഷെ പുറത്തുള്ളവരടുത്ത് അവർ ഭയങ്കര ഡീസൻ്റായിട്ട് ബിഹേവ് ചെയ്യും. എന്നിട്ട് ഇൻറ്റേർണലി അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ കൊല്ലാൻ വരെ മടിക്കത്തില്ല. അതാണ് സോഷ്യോപാത്ത്. പബ്ലിക്കലി അവരുടെ ഭയങ്കര സൂപ്പറായിരിക്കും. അങ്ങനെ ഈ രണ്ട് ക്യാരക്ടറും കൂടെ മിക്സപ്പായ ഒരു മഹത് വ്യക്തിയാണ് ബാലുവേട്ടൻ. അപ്പോൾ അന്ന് ബാലചേട്ടനാണ് നമ്മളുടെ സബ്ജക്റ്റ്. ഇതിന് കാരണമായതെന്ന് പറഞ്ഞാൽ എലിസബത്തിൻ്റെ കുറേ വീഡിയോസും എലിസബത്തിൻ്റെ വീഡിയോസ് ഡിസ്റ്റർബൻസ് ആകുമ്പോൾ എലിസബത്തിനെ എങ്ങനെ അടക്കാമെന്നുള്ളതിന് പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരികയാണ് ബാലു. ശരിയാണ്, എലിസബത്ത് തലയും വാലുമില്ലാതെയാണ് സംസാരിക്കുന്നത്. ബട്ട് എലിസബത്തിൻ്റെ ഭയം ഞാൻ പറഞ്ഞുതരാം. ബാലയ്ക്ക് ഒരു വിഭാഗം ആളുകളുമായിട്ട് നല്ല ടൈപ്പ് ഉണ്ട്. അത് ഞാനും അറിഞ്ഞതാണ്. ഈ എറണാകുളം ബേസിൽ ഒരു ഗുണ്ടാ സംഘമുണ്ട്. ആ ഗുണ്ടാ സംഘം ആരാണെന്ന് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറയാം. ബാലയുടെ കൂടെ ഒരു വക്കീൽ നടക്കുന്നില്ല, ഒരു പെണ്ണുമ്പിളെ, അവരെ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ ബാലയുടെ ലിങ്ക് മനസ്സിലാകും. അപ്പോൾ അത്യാവശ്യം ഗുണ്ടാ വിളയാട്ടമാണ്, നമുക്കിട്ട് ഒരു താങ്ങും എന്ന് വെച്ചാൽ അവർ ഗുണ്ട സെറ്റപ്പാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിവേ, ആ ഒരു സെക്ഷൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് എലിസബത്തിനെയാണ്. ശരിയാണല്ലോ, അത്യാവശ്യം ഭർത്താവിന് ഗുണ്ടാ സെറ്റപ്പ് ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. സാധാരണ വീട്ടമ്മമാരായിട്ടുള്ള ഡിവോഴ്സി ആയിട്ടുള്ള പെണ്ണുങ്ങൾക്ക് ഞാൻ പറയുന്നത് പിടികിട്ടും. ഇപ്പം നമ്മൾ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ എക്സിന് നമ്മൾ എവിടെ പോണ്, നമ്മൾ ആരോടെ മിണ്ടണ്, നമുക്ക് എന്ത് ബന്ധങ്ങൾ, നമ്മൾ എങ്ങനെ, ഇതൊക്കെ അറിയ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതിപ്പോൾ എക്സിനെന്ന് മാത്രമല്ല നാട്ടുകാർക്കും ഉണ്ടാവും. എവിടെ ചെന്നാലും നിന്റെ എക്സ് എന്തിനീന്ന്, അവൻ കല്യാണം കഴിച്ചാൽ, ഈ ചോദ്യങ്ങൾ, ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ അവർ ചോദിക്കും. അതൊരു എന്താ പറയണേ, ഒരു സൈക്കോ പൊളിറ്റിക്സാണ്. സൈക്കോകൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരുതരം പൊളിറ്റിക്സാണ്. അപ്പോൾ ആ രീതിയിൽ എന്തായാലും പിന്തുടർച്ച ഉണ്ടാകും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അമൃതയാണ് ഏറ്റവും നല്ല വിക്ടിം. അമൃത നമ്മുടെ മുമ്പിലേക്ക് വന്നു. പിന്നെ അമൃതയും അമൃതയുടെ അനിയത്തിയും കൂടെ കാണിച്ച കുറേ കോപ്രായങ്ങളുണ്ട്. ഈ ഒരു വിഷയത്തിൽ നിന്ന് ഞങ്ങൾ ഇതൊന്നും ബാധിക്കുന്നവരല്ല, ഞങ്ങൾ ഭയങ്കര മോഡേൺ കമ്പനീസ് ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം കൂടെ കിടന്ന് കുറേ തുള്ളി കളിച്ചു. അത് ഇവരെ ഒരു ശാലീന സുന്ദരിയായി കാണാനിരുന്ന കേരളീയർക്ക് നൊന്തു. ഇവൻ ഇട്ട് കുഴച്ചു കൊടുത്ത ആ പുട്ട് അവരെ കൊണ്ട് അടുപ്പിൽ വെച്ച് വേവിച്ച് പുട്ട് തള്ളി തിന്നു. ഇതാണ് കഥ. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. അമൃത വളരെ ഇന്നസെൻ്റ് ആണ്. അമൃതയുടെ പ്രായം, അമൃത ജീവിത സാഹചര്യം ഒക്കെ തന്നെ ഈ ക്രൂക്കിഡ് സാധനത്തിൻ്റെ കയ്യിലേക്ക് വന്നപ്പോൾ മാറി മറിഞ്ഞു. വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് അവളുടെ ലൈഫിൽ ഫുൾ ഓഫ് ഉണ്ടായി. ആകെ അവൾക്ക് ബെനിഫിറ്റ് എന്ന് പറയുന്ന ആ കുഞ്ഞാണ്, ഒരു കുട്ടീനെ കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് അവളെ അടിക്കാനും അവളെ മോശപ്പെടുത്താനുമായിട്ട് ശ്രമിച്ചു. അതായത് ഡിപ്രഷൻ ലെവൽ എന്താണെന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ ഓരോ വ്യക്തികളെ എടുത്ത് നമുക്ക് ഡിപ്രസ്ഡ് കാണിക്കാൻ പറ്റും. അത്രത്തോളം പ്രശ്നത്തിലാണ് ബാലയുടെ ആദ്യ ഭാര്യയായ അമൃതയും, രണ്ടാമത്തെ ഭാര്യയാണ്, ആദ്യമല്ല, അമൃതയും അമൃതയുടെ അനിയത്തിയും അമൃതയുടെ അമ്മയും ഒക്കെ അനുഭവിക്കുന്നത്. മൈന്യൂട്ട് ഇഷ്യൂസിൽ പോലും ഇയാളുടെ കരാള ഹസ്തങ്ങൾ അവിടെ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ പഠിച്ചില്ലേ ഷൈനി, അവരുടെ മരണകാരണം എന്താണ്? ഹസ്ബൻഡിൻ്റെ റിലേറ്റീവായ ഒരു വെള്ള നൈറ്റിക്കാരൻ്റെ കൈകടത്തലുകളാണ്. സെയിം തിങ് തന്നെയാണ് ഇതും. അത്രത്തോളം പിന്തുടർന്ന് ആക്രമിക്കുന്ന രീതി ബാലയ്ക്കുണ്ട്. അത് നമ്മളെല്ലാവരും കണ്ടു. അറിഞ്ഞോ അറിയാതെ ഓരോ മലയാളിയും അതിന് സപ്പോർട്ടീവായിരുന്നു. കാരണം ഇപ്പം ഞാൻ പറയാം, ഏറ്റവും ഭയങ്കര ഇൻഫ്ലുവൻസർ നമ്മളൊക്കെ അറിയുന്ന നമ്മുടെ സീക്രട്ട് അണ്ണൻ ഇയാളുടെ വലം കൈയായിരുന്നു. ഓർത്ത് നോക്കൂ, അമൃതയ്ക്ക് അനങ്ങാൻ പറ്റുമോ? അനങ്ങിക്കഴിഞ്ഞാൽ സീക്രട്ട് അണ്ണൻ അടിക്കും, സീക്രട്ട് അണ്ണൻ മോശപ്പെടുത്തും. സീക്രട്ട് അണ്ണൻ അങ്ങോട്ട് പറയുന്നത് കേട്ട് 10 എണ്ണം അവിടെ കോപ്പി പേസ്റ്റ് അടിക്കാനായിട്ട് വേറെ കുറേ ഇരിക്കണം. എല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് വെച്ച് അങ്ങോട്ട് പാടും. മൊത്തത്തിൽ തകർന്നു പോകും. ചില പെൺകുട്ടികൾക്ക് മറ്റുള്ളവർ വിമർശിക്കുന്ന ഉൾക്കൊള്ളാനാകത്തില്ല. ഞാനൊക്കെ ആണെങ്കിൽ നെഞ്ചി പിരിച്ചെന്ന് കേൾക്കും. പറത്തി കൂടെ അറിഞ്ഞൂടാത്ത ഞാനും കൂടെ പറഞ്ഞില്ല, എന്നിട്ട് നിങ്ങൾ ചേർന്ന് പറയുന്നു. അങ്ങനെ ഞാൻ പറയും. പക്ഷെ അങ്ങനെ അല്ലാത്തവർ അയ്യോ എന്നെപ്പറ്റി അങ്ങനെ പറയണേ, എന്നെപ്പറ്റി ഇങ്ങനെ പറയണേ എന്ന്. ഇപ്പം നമ്മുടെ റിലേറ്റീവ്സിന് അതൊരു പ്രോബ്ലം ആവുകയാണെങ്കിൽ എന്നെ ഹേർട്ട് ചെയ്യും. മീൻസ് എൻ്റെ മക്കൾക്കോ എൻ്റെ ഉമ്മയ്ക്കൊക്കെ വിഷമമാണെന്ന് പറയുമ്പോൾ എനിക്കതൊരു ഫീലിംഗ് ഉണ്ട്. അല്ലെങ്കിൽ എന്നെ പറഞ്ഞ് ഞാനും കൂടെ ചേർന്ന് പറഞ്ഞു കൊടുക്കും. ചേർന്ന് നമുക്ക് ഒന്നിച്ചിരുന്ന് പറയാമെന്ന് പറയും. പെണ്ണുങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. നമുക്കറിയാലോ നമ്മളെന്താണ്, മറ്റൊരാൾ നമ്മളെ പറയേണ്ട കാര്യം എന്തോന്നിരിക്കുന്നു. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. അടുത്ത് ഒരാളെ പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇന്നർ ഡെപ്തിലുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പാർട്ട്ണറെ പറ്റി പടുമോശം അങ്ങോട്ട് പറയാം. ആ കുഴപ്പമാണ്, അവൻ എന്നെ ഉപദ്രവിച്ചോ. നമ്മൾ 2 കൈ തട്ടാതെ ഒരിക്കലും സൗണ്ട് ഉണ്ടാകത്തില്ല.
ഇപ്പം നമ്മൾ ഭയങ്കര ഇന്നസെൻ്റ് ആണെന്നൊക്കെ പറയുന്നത് സ്വയം പൊക്കിത്തരമാണ്, അല്ലെങ്കിൽ അല്പത്തരമാണ്. ഞാനത് പറയത്തില്ല. എൻ്റെ കയ്യിരിപ്പും കൂടെ ഉള്ളത് കൊണ്ടാണ് രണ്ടും കൂടെ ചേർന്ന് പോകാത്തത്. രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങൾ ജീവിച്ച വ്യക്തികൾ ഒന്നിച്ചു വരുന്നു. അവിടെ അയാൾക്കൊപ്പം പോകാൻ പറ്റാത്ത ചില സ്വഭാവ വിശേഷണങ്ങൾ എനിക്കൊപ്പം വരാൻ പറ്റാത്ത വിശേഷണങ്ങൾ അയാൾക്കുമുണ്ട്. അല്ലെങ്കിൽ സൈക്കോ ആയിരിക്കണം. ഇപ്പം സൈക്കോ അല്ലാത്തതാണെങ്കിൽ നമ്മുടെ കയ്യിലല്ല പ്രശ്നം, അപ്പുറത്തും ഉണ്ട്. അപ്പുറത്ത് മാത്രമാണ് ആ പ്രശ്നം, സൈക്കോ വേണ്ട. അല്ലാത്ത പക്ഷം നമ്മുടെ കയ്യിലും ചെറിയ കയ്യിരിപ്പും കുത്തിത്തിരിപ്പും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ പണി കിട്ടുന്നത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരും പുറത്തേക്ക് പറയത്തില്ല, ഒരു രീതിയിലും ഒരാളെടുത്തും ഇതൊരു കംപ്ലൈൻറ്റ് ചെയ്യത്തില്ല. ഇതങ്ങ് വെച്ച് വിഴുങ്ങുകയാണ് ചെയ്യുന്ന പെണ്ണുങ്ങൾ. ആണുങ്ങൾ എന്ത് ചെയ്യുന്ന പറയുക, അടുത്ത പാർട്ട്ണറെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പാർട്ട്ണറെ പറ്റി പച്ചയ്ക്ക് അങ്ങോട്ട് പറയും. ഒന്നേ അഭിസാരിക എന്ന് പറയും, അവനുമായിട്ട് ബന്ധമുണ്ട്, ഞാനത് കണ്ടു, വീട്ടിൽ ജോലി ചെയ്യുന്നില്ല. ഉദാഹരണം, നമ്മുടെ ജയൻ്റെ മരുമോൻ മറ്റേ കൊച്ചിനെ കെട്ടിയില്ലേ, ആ കുട്ടിയുടെ പേര് അറിയില്ല, പിന്നെ നമ്മുടെ കലാതിലകമൊക്കെ കിട്ടിയ നവ്യ നായരുടെ കൂടെ കോമ്പറ്റീഷൻ അടിച്ച ഒരു പെൺകുട്ടിയുണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ ഉണ്ടായത്. അവളെടുത്ത് ആദ്യത്തെ ഭാര്യ കുഴപ്പമാണ്, എനിക്ക് ചാപ്പാട് തരുന്നില്ല, എനിക്ക് വിളമ്പി തരുന്നില്ല, വായി വെച്ച് തരുന്നില്ല എന്നൊക്കെ. അപ്പം നമുക്ക് മീൻസ് ഒരു സെക്കൻഡ് പാർട്ടി ആയിട്ട് വരുന്ന പെണ്ണിനൊന്നും അവൾ ചെയ്യാത്ത പെർഫോമൻസ് ഞാൻ കലക്കും, ഞാൻ സൂപ്പറാവും, ഞാൻ നല്ല പെണ്ണെന്ന് പേര് വയ്ക്കും. ഈ ഒരു സംഗതിയിലേക്ക് പോയി കമന്നങ്ങോട്ട് വീണു കൊടുത്തു എലിസബത്ത്. ഇപ്പോൾ എലിസബത്തിൻ്റെ സ്ഥാനത്തേക്ക് കോക്കിലേ വാരി മമാന്ന് പറഞ്ഞ് ഊട്ടുന്നത് കാണുന്നില്ലേ? എലിസബത്തിന് സംഭവിച്ച അതേ പാളീച്ചയാണ് കോക്കിലേക്ക് സംഭവിക്കുന്നത്. ഇനി അടുത്ത ആരെന്ന് വെച്ചാൽ ഷിമിന. അതാണ് നടക്കുന്നത്. അതായത് ഷിമിന കൊച്ച് ഇയാൾക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പറയണം. ഈ വക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു 1.5 വക്കാലത്താണ്. ആ വക്കാലത്ത് കേൾക്കട്ടെ നിങ്ങൾക്ക്, നമുക്ക് കുറച്ച് കേൾക്കാം എന്നിട്ട് പറയാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇത് ഓരോ പെൺകുട്ടികളും തിരിച്ചറിയേണ്ട കാര്യമാണ്. ഈ അവിഹിതത്തിലൊക്കെ പോയി ചാടുന്ന പല ആളുകളുടെയും മെയിൻ സാധനം ഇതാണ്. അവർക്കൊരു പെണ്ണിനെ വളയ്ക്കാൻ, ഒരു ആണിനെ വളയ്ക്കാൻ ആദ്യത്തെ പാർട്ട്ണറെ അങ്ങോട്ട് ചീത്ത പറഞ്ഞ് പറയും. അങ്ങനെ വരുന്നവരെ അടിച്ചതിനകത്ത് കയറ്റരുത്. അത് അവരുടെ ടാക്ടിക്സ് ആണ്. അവർക്ക് നിങ്ങളെ മടുക്കുമ്പോൾ അവരടുത്ത ആളിനെ തേടിപ്പോകും. അതാണ് ഉലക സത്യം. അത് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു കോമൺ സെൻസ് ആണ്. അതില്ലാത്തവർ വീണ്ടും വീണ്ടും പോയി ഇതുപോലുള്ള പടുകുഴിയിൽ വീണുകൊണ്ടേയിരിക്കും. സോ ദ റെസ്റ്റ് നിങ്ങളുടെ താല്പര്യം. അതിനകത്ത് എനിക്കൊരു അഭിപ്രായം പറയാനില്ല. എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അവളുടെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അവൾ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു ചട്ടിതലേനെ കൊണ്ടുവച്ചിട്ട് കാര്യം പറയുന്നുണ്ട്. അതായത് കരൾ കൊടുത്തു എന്നാ പറയണേ. അപ്പോൾ കരൾ കൊടുത്ത കാര്യമാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഞാനാണ് ചേട്ടൻ്റെ ടോണർ. എലിസബത്ത് ചേച്ചിയെ കുറിച്ചും കുറേ വീഡിയോസ് കണ്ടിരുന്നു. എനിക്ക് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനില്ല. പക്ഷേ അതിൽ എന്നെക്കുറിച്ച് എലിസബത്ത് ചേച്ചിയെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. ലക്ഷ്യങ്ങൾ കൊടുത്ത ടോണർ സ്പോൺസർ ചെയ്തത്, പിന്നെ ഞാൻ കൊടുക്കാൻ തയ്യാറായിരുന്നു. എനിക്ക് ഏത് മനസ്സിലാകും വെച്ചാൽ ഓൾമോസ്റ്റ് സർജറി ചെയ്യുന്ന 10 ദിവസം മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ കുറേ ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ചെക്കപ്പ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എലിസബത്ത് ചേച്ചിയുണ്ട്. ചേച്ചി അമ്മ അടുത്ത് പറഞ്ഞില്ലേ ഞാൻ കൊടുക്കാൻ റെഡിയാണ്, സമ്മതിക്കാമെന്ന്. എനിക്കൊന്നും സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു, മനസ്സിലായി. അപ്പോൾ അന്ന് പറയാത്ത ആളാണ് എന്ന് പറയുന്നത്. ഞാൻ കൊടുക്കാൻ റെഡിയായിരുന്നു ഇവർ, പക്ഷേ ആരും സമ്മതിച്ചില്ല. ഡോക്ടർ, ആളൊരു ഡോക്ടറാണ്. ഡോക്ടറെ സ്ഥിതിക്ക് കൊടുക്കാന്ന് പറഞ്ഞ ബ്ലഡ് അല്ല, ഇറ്റ്സ് ലിവറാണ്. ഓക്കെ, ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് എന്തൊരു പ്രൊസീജിയർ ഉണ്ടെന്ന് അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയൂ. ഓക്കെ, ഓൾമോസ്റ്റ് 10 days വേണ്ടി അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ പറയുന്നത് ആ കുട്ടിക്ക് വേണ്ടത് ഒരു മെൻ്റൽ സപ്പോർട്ടാണ്. മെൻ്റൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരിക്കലും സോഷ്യൽ മീഡിയ വഴി കിട്ടാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ കുട്ടിയെ എന്താണ് ആ കുട്ടിക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കി, അതായത് ഒരു മെൻ്റൽ പറഞ്ഞിട്ട് അടുത്തെന്ന് പറയാം. അതായത് പുള്ളിക്കാരത്തി ഒരാളെ കൊണ്ടുവന്ന് ഒരു വീഡിയോ കൊണ്ടുവന്ന് ഇടുകയാണ്. ഇത് ബാലയെ പറ്റി മാത്രം സംസാരിക്കുന്ന ചാനലാണെന്നാണ് എനിക്ക് ആദ്യം സംശയം തോന്നിയത്. ആയിരിക്കാം. ചിക്കിലി കൊടുത്തിട്ട് ഒരു കേസ് അമ്പുള്ള ഒരുത്തിയെ കൊണ്ടിരുത്തി ബാലയ്ക്ക് വെളുപ്പിക്കേണ്ട ഒരു ഗതികേട് ഓർക്കണം. പണ്ടാണെങ്കിൽ സീക്രട്ട് ചെയ്ത് കൊടുക്കുന്നത്, ഇപ്പോൾ സീക്രട്ട് അനങ്ങുന്നില്ല, മിണ്ടൂല. അപ്പോൾ ദിശിഷ് റോങ് എന്ന് പറഞ്ഞാൽ ഈ പെണ്ണെ കൊണ്ട് ചെയ്യിക്കുകയാണ്. കോകിലയുടെ പ്ലേസിലേക്ക് അടുത്ത് വരാൻ ചാൻസ് ഉള്ള മാഡത്തിനെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഈ മാഡം പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എലിസബത്തിന് തലയ്ക്ക് സുഖമില്ല. ഡിപ്രഷൻ്റെ മറ്റൊരു ലെവലിൽ അവസ്ഥാന്തരങ്ങൾ താണ്ടി നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അത് തർക്കമില്ല. എലിസബത്തും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് വേറൊരു ചട്ടിത്തല ഇരുന്ന് പറഞ്ഞ എന്താന്ന് കേട്ടില്ലേ, അവൻ കരൾ പകുത്ത് കൊടുത്തു ഇത്രേ. അതിനിപ്പോൾ എന്താ, നിനക്ക് കാശ് കിട്ടി കാണത്തില്ലയോ? ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിസബത്ത് കരൾ കൊടുത്തില്ല എന്നുള്ളതാണ്. അതൊരു വലിയ പോയിന്റാണ്. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല, അതൊരു വലിയ പോയിന്റാണ്. സ്വന്തം ഭാര്യ കരൾ കൊടുത്തില്ല. അവിടെ ഒരു പ്രശ്നമുണ്ട് ബാലേട്ടാ. എന്താണെന്നറിയാമോ? ഈ പറയുന്ന പെണ്ണുമ്പുള നിന്റെ പെണ്ണുമ്പുള അല്ലല്ലോ. നീ അത്യാവശ്യം നിന്നെ സെർവ് ചെയ്യാനും നിന്നെ നോക്കാനും വേണ്ടിയിട്ട് മാത്രം കല്യാണം കഴിച്ച് കല്യാണം എന്ന രീതിയിൽ ആ കൊച്ചിനെ ഉപയോഗിക്കാൻ വേണ്ടി കെട്ടിക്കൊടുന്നു. എന്താ നിർഭാഗ്യവശാൽ ആ പെൺകൊച്ച് നിന്നോടുള്ള താരാരാധന കാരണം നീ പറഞ്ഞ എല്ലാ പേക്കൂത്തും അംഗീകരിച്ചുകൊണ്ട് നിന്റെ ഒപ്പം ഇറങ്ങി വന്നു. അവൾക്ക് കൂട്ടുകാർ നഷ്ടപ്പെട്ടു, വീട്ടുകാർ നഷ്ടപ്പെട്ടു, ആരോട് ഇത് പറയാനും വയ്യ. ഈ തൊണ്ട പഴുത്തിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടല്ലോ, ഇറക്കാനും വയ്യ, തുപ്പാനും വയ്യാത്തൊരവസ്ഥ. അത് തന്നെയാണ് ആ പെൺകൊച്ച് അനുഭവിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള അവൾ അല്പമൊക്കെ ടാലന്റ് കാണില്ലേ, ശരിയൊക്കെ ബുദ്ധി ഇല്ലെങ്കിൽ പെണ്ണിന് MBBS എടുക്കാൻ ഒക്കത്തില്ലല്ലോ. ഡാക്ടർ പഠിച്ച കുട്ടിയല്ലേ,
അപ്പം അതങ്ങനെ ആയതുകൊണ്ട് അവർക്ക് നല്ല സുഖമില്ലെന്ന് തോന്നി. ഇനി കരളും കൂടെ കീറി നിനക്ക് തരാത്ത കുഴപ്പമേ ഉള്ളൂ. അതൊരു തെറ്റിദ്ധാരണയാണ്. ദിസ് റാങ് ബാലേട്ട. അതൊക്കെ തമിഴ്നാട്ടിൽ. അവിടെ പിന്നെ കരളല്ല, ഹൃദയം കൂടെ വാരി അങ്ങ് കൊടുക്കും. നിന്റെ 2 കണ്ണും കൂടെ എടുത്തങ്ങ് കൊടുക്കും. ഈ അവിടെ 50 വർഷം മുമ്പുള്ള പതിവ്രത കുലസ്ത്രീകളാണ് ഉള്ളത്. ആ കുലസ്ത്രീ ഇവിടെ നീ എക്സ്പെക്ട് ചെയ്തു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇയാൾക്ക് ആര് കരൾ പകുത്തു കൊടുത്തോ പുള്ളിക്കാരനെ കൊണ്ടുവന്നിരുന്നിട്ട് വർത്താനം പറയുകയാണ്. ആ വർത്തമാനം കേട്ടാൽ നമ്മുടെ നെഞ്ച് പൊടിഞ്ഞു പോകും. നീ എന്നാലും ബാലയ്ക്ക് ആ കൽബ് കൊടുത്തില്ലല്ലോ, കരൾ കൊടുത്തില്ലല്ലോ എന്നാണ് അവൻ പറയണത്. എന്ന് വെച്ചാൽ ഇവർ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് തന്നെ എലിസബത്ത് ഈസ് എ റാങ്. എലിസബത്ത് മഹാകുഴപ്പം പിടിച്ച പെണ്ണാണ്. എലിസബത്ത് അവളുടെ കരൾ കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ അതും ഒരു വലിയ കുറ്റമാണ്. ഇതാണ് ഇയാൾ മലയാളികൾക്ക് ഇട്ടുകൊടുക്കാൻ പോകുന്ന മെസ്സേജ്. അമൃതയുടെ അടുത്ത് കാണിച്ച അതേ സാധനം ഈ എലിസബത്തിൻ്റെ അടുത്ത് കാണിച്ച എലിസബത്തിനെ അങ്ങോട്ട് തൊണ്ടിച്ചിച്ചിയാക്കുക എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ ഒരു ഐഡിയ. നടക്കുകയില്ലേ നമുക്ക് കണ്ടറിയാം. അപ്പം നമുക്ക് മീഡിയേറ്റർ പറയുന്നത് കുറച്ചുകൂടെ കേൾക്കാം. പറ കാരണം ഈ കുട്ടി ഇങ്ങനെ ഓരോന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്തടുത്ത വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ കഴിഞ്ഞ കുറെ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പോൾ പറയുന്നത് മലന്ന് കിടന്ന് തുപ്പരുത്. അതായത് സ്വന്തം കുടിയെ ഇങ്ങനെ കുടിച്ച് അവസാനം ആ കുടി തനിക്കുള്ളതാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇന്നലെ നൈറ്റ് ആയപ്പോഴത്തേക്കും വീണ്ടും മുഖം കാണിക്കാതെ മുഖം മറച്ചു വെച്ചിട്ട് ഒരു വീഡിയോ എലിസബത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. എലിസബത്ത് ഇട്ട വീഡിയോ ആക്ച്വലി ആ വീഡിയോ കാണാൻ തന്നെ സത്യം പറഞ്ഞു. അതായത് പുള്ളിക്കാരത്തി വിരട്ടുകയാണ്. നിങ്ങൾക്ക് മെല്ലെ മനസ്സിലായ? നീ ഇനി കൂടുതൽ വർത്തമാനം കൊണ്ടുവന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾ കൂടുതൽ നാട്ടിക്കും. നീ മലന്ന് കിടന്ന് തുപ്പരുത്. ഇനി എന്തരായിരിക്കും എലിസബത്തിനെ പറ്റി പറയാനുള്ളത്? എലിസബത്തിന് ഇനി ഏതെങ്കിലും പ്രേമമുണ്ടെന്ന് പറയും, അല്ലെങ്കിൽ എലിസബത്തിന് വേറെ എന്തെങ്കിലും രീതിയിലുള്ള ബന്ധമുണ്ടെന്ന് പറയും. എലിസബത്തിന് ഭ്രാന്തെന്ന് ഓൾറെഡി പറഞ്ഞായി. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നും ഇനി അതിനകത്ത് പറയാനില്ല. ഇമാതിരി കാര്യങ്ങളൊക്കെ പറയും. ഞാൻ വീണ്ടും വീഡിയോ ഇടുമെന്നാണ് പറഞ്ഞത്. അപ്പം നിനക്കൊരു കാര്യം അറിയാനോ, എലിസബത്ത് ഇപ്പോൾ ഒറ്റയ്ക്കല്ല. എലിസബത്തിന് ആര് കൂടെ നിന്നില്ലെങ്കിലും ഷെവീന കൂടെ ഉണ്ട്. നീ അവളെ എടുത്ത നിന്നെയും നിന്റെ കുടുംബത്തിനെയും നിന്റെ ഗോത്രത്തിനെയും നിന്റെ ബാലുവിൻ്റെ ഗോത്രത്തിനെയും ഞാനും എടുത്ത് വെച്ച് കൊടുക്കും. ഇവിടെ പേടിയൊന്നുമില്ല, അതറിയത്തില്ലേ? ബാക്കിയുള്ള ഇൻഫ്ലുവൻസേഴ്സൊക്കെ ചിലപ്പോൾ പേടിക്കുമായിരിക്കും, ഇത്തിരി നടങ്ങുമായിരിക്കും, മിണ്ടാതിരിക്കുമായിരിക്കും. പൊട്ട പേടിയൊന്നുമില്ല. ആ കൊച്ചിന് ഇഷ്ടമുണ്ടെങ്കിൽ കേസ് കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അമൃതയെ ഞൊട്ടിയതുപോലെ ബാല എലിസബത്തിനെ ഞൊട്ടാമെന്ന് വിചാരിക്കുക പോലും വേണ്ട. അല്ല മോളെ, ഇജ്ജ് പറഞ്ഞു വരുന്നത് എന്തോന്നാണ്? എലിസബത്തിനെ നീ കയറി മൂക്കി വലിക്കുമെന്ന്. ഭീഷണിയാണ്. എലിസബത്തിനൊപ്പം എന്ന് പറഞ്ഞാൽ എലിസബത്തിനൊപ്പം തന്നെയാണ്. ഓളെ പിടിച്ച ആരെ? എലിസബത്തിനെ പിടിച്ച. ഇനി വീണ്ടും കൊണ്ടുവന്ന് മലർന്ന് കിടന്ന് തുപ്പിച്ച് ഓളെ പറ്റി പടുമോശമൊക്കെ പറയൂ എന്നുള്ള നിന്റെ ഐഡിയ. അത് നീ മടക്കി അങ്ങോട്ട് വെച്ചാൽ മതി. എവിടെ? പാൻറ്റീസിനകത്തേക്ക് വെച്ചാൽ മതി. അവളെ പറ്റി പറഞ്ഞാൽ ഇപ്പുറത്ത് ഞാനുണ്ടെന്ന് നീ പ്രതീക്ഷിച്ചോ? വിടൂല്ല ഞാൻ. നിന്റെ കുടുംബം, നിന്റെ ഗോത്രം, അവൻ്റെ ഗുണ്ടാ ബന്ധം തൊട്ട് ഇവിടെ ഇരുന്ന് പിന്നെ റിലേ ആയിരിക്കും. ഇവിടുന്ന് പിന്നെ നോൺ സ്റ്റോപ്പാണ്. നമ്മുടെ വിശേഷം അതാണ്. പ്രത്യേകിച്ച് ഷെഫീന ബീവി എന്ന് പറയുന്ന ഈ സാധനത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഒരാളെ എടുത്താൽ അയാൾ പത്തി മടക്കണടം വരെ നമ്മൾ ഇവിടുന്ന് ആ ബോംബ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അത് ചെയ്യിക്കരുത്. ആ പെങ്കൊച്ചിനെ അതിൻ്റെ വഴിക്ക് വിടുക. അത് അവിടെ തനിയെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ട് ഡിപ്രഷൻ എന്നല്ലേ പറഞ്ഞത്. അവിടെ ഡിപ്രഷൻ അടിച്ച് എന്തെങ്കിലുമൊക്കെ പറയട്ടെ. അവളൊരു കേസ് എഴുതി കൊടുത്താൽ നിൻ്റെ ആ ഈ ഗുണ്ട അകത്ത് പോയി കിടന്ന് തിന്നും. അത് മറന്നു പോകണ്ട. പിന്നെ അവൾ ആരും അങ്ങോട്ട് മുന്നോട്ട് എടുക്കാതെ തന്നെ. ഇപ്പം ഞാൻ ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ എക്സ്പീരിയൻസ് ആയി. ഇനി വയ്യ, ഇങ്ങോട്ട് വന്നാൽ സഹായിക്കും, അങ്ങോട്ട് പോയി സഹായിക്കുന്ന പരിപാടി നിർത്തി. പക്ഷേ ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയ നീ അലക്കിയാൽ അവക്കൊപ്പം നിൽക്കുക. അതിനിപ്പോൾ നമുക്ക് വലിയ കാശൊന്നും ചിലവില്ല. നമുക്കിരുന്ന് പറഞ്ഞാൽ പോരെ. നമ്മൾ പറയേണ്ട കാര്യം പറയും. അന്വേഷണപരമായിട്ട് ജേർണലിസം കൊണ്ട് ഞാൻ ഇറങ്ങും. ഇതിനകത്ത് കൃത്യമായ കാര്യങ്ങൾ ഞാൻ പബ്ലിക്കിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യും. പിന്നെ ബാലണ്ണ ഒരുപാട് വിഷമിക്കേണ്ടിയും വരും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിൻ്റെ ഒപ്പം എന്നെ കാണുന്ന യൂട്യൂബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെങ്കിൽ, ഒരു രീതിയിലുള്ള വൈരാഗ്യവും ഈ വിഷയത്തിൽ വെക്കരുത്. കാരണം ഒരു പെൺകുട്ടിയല്ല, കാലങ്ങളായി മറ്റു പെൺകുട്ടികൾ പോലും പീഡിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് ഈ വൃത്തികെട്ട നരാധമൻ്റെ കയ്യിൽ. അപ്പോൾ അതിനെതിരെ ശക്തമായി നിലകൊള്ളണം. ഇന്ന സംസ്ഥാനമൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ നാട്ടിലാണോ മറ്റൊരു നാട്ടിലാണോ ഒന്നുമല്ല. ഒരുത്തൻ, അതും സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസർ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തി, അവൻ്റെ പണം സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ അവഹേളിക്കുകയാണ്. അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവൻ ഇനി എന്തിൻ്റെ പേരിലെന്ന് പറഞ്ഞാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അമൃതയെ പറ്റി ഞാൻ പറയുമ്പോഴും എനിക്കിതുപോലെ കേട്ടിരുന്നു. അവസാനം കാലം തെളിയിച്ചു. ആ കുട്ടിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ പകച്ചു നിന്നൊരവസ്ഥയുണ്ടായിരുന്നു. അത് മാറി കൃത്യമായ ആളുകൾ അത് ഹാൻഡിൽ ചെയ്തു. പ്രോബ്ലം ആ കുട്ടിക്ക് സോൾവായി കിട്ടി. മകളെ കൊണ്ട് പറയിച്ചപ്പോൾ ബാക്കിയും തീർന്നു. ഇനി സ്വത്തിൻ്റെ കേസും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അത് അവൾക്ക് അവകാശപ്പെട്ട പണം അവിടെ ഇട്ടു വെച്ചിരുന്നതാണ്. അത് കട്ടോണ്ട് പോയെങ്കിൽ അവ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ അപ്പന് വേണ്ട, അപ്പൻ്റെ സ്വത്ത് വേണമെന്ന് വെച്ചാൽ അപ്പനില്ലാതെ കൊച്ചുണ്ടാകത്തില്ലല്ലോ. അതൊരു കാര്യം. 2,
അമർ എന്ന വ്യക്തിയെ വിവാഹം കഴിച്ച് ചണ്ടിയാക്കി വലിച്ചെറിയുമ്പോഴത്തേ അവൾക്ക് നഷ്ടപരിഹാരം കിട്ടണ്ടേ? സ്വർണം കൂടുതൽ കൊടുത്തില്ലേ അങ്ങോട്ട്? ഇവനുണ്ടായിരുന്നെങ്കിൽ അവളെ സ്വർണം എന്തിനാണ് എടുത്തത്? കണക്കുകൾ അപ്പുറം ഇപ്പുറം ശരിയായിരിക്കണം. ഈ വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീധനം എന്ന രീതിയിൽ കുറച്ച് തുക അങ്ങോട്ട് കൈപ്പറ്റി വെക്കുന്നവന്മാർ മനസ്സിലാക്കാൻ, പിരിത്ത് വിടുമ്പോൾ ആ പൈസ തിരിച്ചു കൊടുക്കണം. അതാണ് ജീവനാംശം. അത് കൊടുത്തേ പറ്റുള്ളൂ. അത് നിങ്ങൾ കൊടുക്കാത്തടുത്ത് നിങ്ങളിന്ന് പിടിച്ചു വാങ്ങിച്ചു കൊടുക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. അത് വാങ്ങിച്ചു കൊടുക്കും. അത് കൊടുത്തത് കോടതിയാണ്. അതിൽ നിന്ന് അവൻ വെട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കോടതി ലക്ഷ്യത്തിനാണ് കേസ് വരിക. കൂടെ ഇരിക്കുന്ന ഉമ്മാമ വിചാരിച്ചാൽ രക്ഷപ്പെടത്തില്ല. അതൊരു കാര്യം. എലിസബത്ത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ്. അത് വിവാഹ ബന്ധമായിരുന്നു എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം എലിസബത്തിൻ്റെതാണ്. അങ്ങനെയാണെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയ ഒരു ഫെലോ എന്തുകൊണ്ട് അവൻ മറ്റൊരു വിവാഹം കഴിക്കുമ്പോൾ എതിർത്തില്ല എന്നതൊരു ചോദ്യം വരും. അപ്പോൾ ഡിപ്രഷൻ ടാബ്ലറ്റ് കഴിക്കുന്നത് ബാക്കിയുള്ളതും കൊണ്ടുവന്ന് കാണിച്ച് അതിന് കൃത്യമായി നല്ലപോലെ വാദിച്ചാൽ ആ പ്രശ്നം സോൾവ് ആവും. ഏറ്റവും നല്ല ആൾ ആളൂരാണ്. പക്ഷെ അവൻ അയാളെ പൈസ കൊടുത്ത് അങ്ങോട്ട് എടുക്കും. എത്തിക്സ് ഉള്ള നല്ലൊരു വക്കീലാണ് കൂടെ നിൽക്കുന്നതെങ്കിൽ 100% ഇപ്പം കുറിച്ച് ജയിക്കും. പക്ഷെ ഇതൊക്കെ തെളിയിക്കേണ്ടി വരുന്നത് കോടതിയിലാണ്. അവൻ പലതും പറഞ്ഞ് കണ്ണിക്കും. ഇപ്പം ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കാതിരിക്കാൻ ഭാര്യ അഭിസാരികയാക്കുന്ന ഒരു ടൈമുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന ആടെ അഭിസാരിക തന്നെ. അത് നിന്റെ ഭാര്യയായിരുന്നു, അപ്പം നീയാണ് എന്നെ കൊണ്ട് ചെയ്യിച്ചെന്ന് പറയാൻ ഗട്സുള്ളവൾ പെണ്ണാണെങ്കിൽ അവൻ നല്ലപോലെ വാങ്ങിക്കും പണി. അപ്പോൾ വാദിക്കാൻ അറിയുള്ള നല്ലൊരു വക്കീൽ കൂടെ ഉണ്ടെങ്കിൽ സക്സീഡ് ചെയ്യും. ഇനി അതെല്ലാം പോട്ടെ. രണ്ടാമത്തെ കേസ്, അവൾക്ക് അവിടെ വെച്ച് ഗാർഹിക പീഡനം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയും ഒരു കേസ് അവൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ പറ്റും. ആ പെൺകുട്ടിക്ക് ആപ്റ്റായിട്ട് അവൾക്ക് ബോധ്യപ്പെട്ട ഒരു വ്യക്തിയും ഇതുവരെയും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അവൾ കേസ് കൊടുക്കാത്തത്. സ്വമേധ ആരെങ്കിലും എടുക്കും, ആരെങ്കിലും സഹായിക്കും, ആരെങ്കിലും കൊണ്ട് എൻ്റെ വായിൽ വെക്കാൻ ഞാൻ തിന്നാൻ വേണ്ടിയിരിക്കണത്. അത് നടക്കുന്ന കേസല്ല. സ്വമേധയാ തന്നെ പോകണം. പോലീസ് സ്റ്റേഷനിൽ പോയാൽ കേസ് എടുക്കത്തില്ല. CMB ഇടാൻ ഒരു പാടുമില്ല. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയാൽ ആരും കേസ് എടുക്കാൻ പോകുന്നത് പോലീസുകാർ നിഷ്ക്രിയമാണ് ഇപ്പോൾ ഇവിടെ. നിങ്ങൾ CMB ഇടുക. അതെന്താ പറ്റാത്തത്? CMB എന്ന് പറയുമ്പോൾ ഒരു വക്കീലിൻ്റെ സാന്നിധ്യത്തിൽ വക്കീലിൻ്റെ കൂടെ പെർമിഷനോട് കൂടി നടന്ന സംഭവ വികാസങ്ങൾ വിവരിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ കോടതി ഇടപെടണമെന്നും കോടതി ഇടപെട്ട് FIR രജിസ്റ്റർ ചെയ്ത് ഈ പറയുന്ന വ്യക്തിക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും ഒരു പേപ്പർ ഉണ്ടാക്കി നമ്മൾ കോടതി കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്നതിനാണ് ഈ പറയുന്ന CMB എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങോട്ട് ചെയ്യണം. അതിനൊരു വക്കീലിൻ്റെ സപ്പോർട്ട് വേണം. തനിച്ച് ചെയ്യാം, വക്കീലിൻ്റെ സപ്പോർട്ടും എടുക്കാം. അപ്പോൾ അതിനുള്ള ടാലൻറ്റ് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പെട്ടെന്ന് ഒരു കാട്ടിൽ അകപ്പെടുന്നു, 5-6 പേര് അവിടെ നിൽക്കുന്നു. അപ്പം റേപ്പിംഗ് ആണെന്ന് വെക്കുക, നമ്മൾ പ്രതിരോധിക്കൂലേ? അപ്പോൾ എനിക്ക് പ്രതിരോധിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞിരിക്കൂ? ഇല്ലല്ലോ. ഒരു കടുവ ചാടി വീഴുന്നു, കല്ലെങ്കിലും എടുത്ത് എറിയൂലേ? ആ പ്രതിരോധം നമ്മളേന്ന് ഉണ്ടാകണം. ഓരോരുത്തരും ശക്തരാണ്. ഉള്ളിലുള്ള ആ ശക്തിയെ തിരിച്ചറിയുക എന്നുള്ളത് ഒരു പെണ്ണിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഇല്ലാതെ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ സൗകര്യമില്ല സഹായിക്കാൻ എന്നുള്ളത് വസ്തുത. പക്ഷേ അവൾ ആക്രമിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അവൾ തരിച്ചല്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പെൺപിള്ളയുടെ വായ്ത്താരി പോയിരുന്ന് കാണാം. വായിൽ മാലോട്ട് നോക്കിക്കൊണ്ടിരുന്നുണ്ട്. അവൻ്റെ കാശിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് കിട്ടിയ കാശിന് നന്ദി കൂറ് കാണിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് അങ്ങോട്ട് താളം അടിക്കുന്നുണ്ട്. ഈ താളം അടിക്കുന്നോളെ നിന്റെ കൊതി എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കൊക്കി എടുത്ത് ദൂരെ കളഞ്ഞ് നിനക്ക് ആ പ്ലേസ്മെൻറ്റിലേക്ക് വരാനില്ല. അതും കാണാൻ മലയാളി റെഡിയാണ്. മലയാളികൾ അത് അർഹിക്കുന്നു. ദിസ് ഈസ് എ റാങ് എന്ന് അവൻ പറയുമ്പോൾ യെസ് റാങ് എന്ന് പറയുന്ന മലയാളിക്ക് അവൻ തരുന്ന മെഡിസിനാണ് ഇത്. വാങ്ങി വെച്ചോ എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും അവന് വേണ്ടി വക്കാലത്ത് പറഞ്ഞ് എൻ്റെ ടൈമിൽ ഇനി വരരുത് ദേവി, ഇത് ഇടം വേറെയാണ്, അപ്പുറത്ത് വേറെ ഇടങ്ങളുണ്ട്, അവിടെ പോയി തൂത്ത് എഴുതി വെക്കുക. ഇത് പെണ്ണിടമാണ്, ഇവിടെ മറുപടി ഉണ്ടാവും. ഒരു കാരണവശാലും എലിസബത്തിനെ ആക്രമിക്കാൻ വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഓപ്പണായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ഇത് കണ്ടപ്പോൾ ചിരിക്കാനാണ് തോന്നിയത്. നീ വിചാരിക്കുന്ന നാർസിസവും നീ വിചാരിക്കുന്ന സോഷ്യോ പാത്തോളജിയും ഇതിനകത്ത് വർക്കൗട്ട് ആവത്തില്ല. കാരണം നീ കൊണ്ടുവരുന്ന എന്ത് ഐഡിയ ആണോ അത് അതിനേക്കാൾ സ്ട്രോങ് ആയ വജ്രായുധം വെച്ച് പൊട്ടിക്കാൻ ഇവിടെ ആൾ വെയിറ്റ് ചെയ്യുന്നുള്ളത് മാത്രം നീ മനസ്സിലാക്കുക. നിന്റെ ഈ ഉമ്മാക്കിയെ പിടിച്ച് വീട്ടിനകത്ത് വെച്ചോ, അവളെ ഇറക്കി വിട്ടിട്ട് അവളെ കയറ്റിക്കോ, ഒരു കുഴപ്പമില്ല. ഞാൻ ഒരു കാര്യം പറയാം, ഇതിനകത്ത് ബാലയുടെ കുടുംബത്തിലുള്ളവരാണ് ഏറ്റവും വലിയ കുറ്റക്കാർ. അവൻ തട്ടിന് ആളെ കൊണ്ടുവരുമ്പം വിളിച്ച് വീട്ടിൽ കയറ്റുന്ന ഒരു രീതി ഉണ്ടല്ലോ, അവരാണ് പ്രശ്നം. അതാരായിരുന്നാലും അവരാണ് പ്രശ്നം. അവർക്കാണ് ബോധമില്ലാത്തത്. മകൻ എന്ത് ചെയ്താലും ഓക്കെ എന്ന് പറയുന്നതല്ല നല്ലൊരു അമ്മയുടെ ലക്ഷണം. മകൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ അത് തെറ്റ് എന്ന് പറഞ്ഞു കൊടുക്കണം. എത്ര പേര് ആനയിച്ച് വെക്കും ഇവനെന്തോന്ന്? ഇതിപ്പോൾ എത്രാമത്തെ കല്യാണമായി? ആ അമ്മയ്ക്കൊരു ബോധം വരണ്ടേ? മകൻ ഇങ്ങനെ തട്ടിന് കല്യാണം കഴിക്കുന്നെങ്കിൽ ഒരാളെ കൊണ്ട് പ്രശ്നമുണ്ടായാൽ അത് അയാളുടെ പ്രശ്നം. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായി പ്രശ്നമുണ്ടായാൽ അത് ആരുടെ പ്രശ്നം? സ്വന്തം പ്രശ്നമാണ്. അത് തിരുത്തണം. ആ തിരുത്തലുകൾ വീട്ടിൽ നിന്നുണ്ടാകണം. അത് ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ് അവൻ ഈ കാണിക്കുന്ന പേക്കൂട്ട്. ഈ വിഷയത്തിൽ ആ പെണ്ണിൻ്റെ ടൈം ലൈനിൽ പോയി നോക്കിയാൽ ബാക്കി അവിടെ നിന്ന് കിട്ടും. വേണമെന്നുള്ളവർക്ക് എടുക്കാം. എനിക്ക് ഇതിനകത്ത് ഇവിടെ അധികം ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. പേര് ഷിംന, SHIMNA, എംന. കുറച്ചുകൂടെ സബ്സ്ക്രിപ്ഷനൊക്കെ കൊടുത്തവനത് ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം അവൾ ബാലയെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുകയാണ്. ബാലയുടെ ബിനാമിയാണ്. ബിനാമി അവസാനമായി വേറൊരു ആമി ആകാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. എന്തോ കണ്ടത് പറഞ്ഞു എന്നേ ഉള്ളൂ. എലിസബത്ത് ധൈര്യമായിട്ടിരിക്കുക. ഇതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട. എന്താ അവരെ കൊണ്ട് സാധിക്കുക എന്നുള്ളത്. പലപ്പോഴും ഇയാളുടെ വീഡിയോസ് കാണുമ്പം ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നാളെ മരിച്ചു, പിന്നെ അതിപ്പോൾ ശ്വാസം ഒന്ന് ഏങ്ങി വലിച്ചെടുത്ത് വിടാൻ മറന്നു പോയാലും മരിച്ചു.
അതൊന്നും ഒരു വിഷയമാക്കരുത്. ഇതല്ല ലൈഫിൻ്റെ എൻഡിങ് പോയിന്റ്, ഇത് സ്റ്റാർട്ടിങ് പോയിന്റാണ്. നിങ്ങളൊരു ട്രബിളിലായിരുന്നു, ഒരു കുഴിയിൽ വീണ് കിടക്കുകയായിരുന്നു, അവിടെ നിന്ന് ആരണ്ടൊക്കെ വലിച്ചു പൊക്കി വെള്ളം എത്തിച്ചിട്ടുണ്ട്. ഇനിയും ഞാൻ കുഴിയിലെ വിടുവോളെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നുകൊണ്ട് മോങ്ങാതെ മുന്നോട്ടുള്ള വഴി ആലോചിക്കുക, നടക്കുക. നല്ലൊരു ക്വാളിഫിക്കേഷൻ കയ്യിലുണ്ട്. ആതുര സേവനം എന്ന് പറയുന്നത് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്, അതെല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല. അതുമായി കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ലൈഫിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഇവിടെ സുനിതാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പഠിക്കുക. 8ഓളം പേര് ചേർന്ന് അതിഭീകരമായി ബലാത്സംഗം ചെയ്തു കളഞ്ഞു. അവൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് കുളിച്ചിട്ട് അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട പെണ്ണുങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയെന്ന്. അങ്ങനെയും പെണ്ണുങ്ങളുണ്ട്, ഒരുപാട് പെണ്ണുങ്ങൾ അങ്ങനെയുണ്ട്, ഒരുപാട് പേരുണ്ട്. പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ പെണ്ണുങ്ങളെ പറയാൻ പറ്റും. വനിതാ ദിനമല്ലേ, അങ്ങനെയുള്ള പെണ്ണുങ്ങളുടെ ചരിത്രമൊക്കെ എടുത്ത് വെച്ച് വായിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്താൽ ഡിപ്രഷൻ മാറിയിട്ട് സർവത്രവും മാറും. എല്ലാം കൂടെ കെട്ടിപ്പറക്കി ഒരു പെട്ടിക്കകത്ത് വെച്ചിട്ട് വല്ലയിടത്തും ട്രിപ്പ് പോകാൻ നോക്കി, ഇതും പറഞ്ഞുകൊണ്ടിരിക്കാതെ. അവനെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി നിന്നെ ആരും ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ വരാൻ പോകുന്നില്ല, ഒരാളും അവിശ്വസിക്കാനും പോകുന്നില്ല. ഇനി എന്ത് കള്ളത്തരം അവൻ കൊണ്ടുവന്നാലും ഇവിടെ എടുക്കുന്നുമില്ല. ഇനി അഥവാ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി ഞങ്ങൾക്കത് താല്പര്യവുമില്ല, പ്രത്യേകിച്ച് എനിക്ക് താല്പര്യമില്ല. ഈ കാര്യം പിടി കിട്ടിയ സ്ഥിതിക്ക് ഇനി മുന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക. കേസും വഴക്കുമായിട്ട് മുൻപോട്ട് പോകണമെങ്കിൽ അങ്ങനെ, അല്ലാതെ ഇഗ്നോർ ചെയ്തിട്ട് മുൻപോട്ട് പോകണമെങ്കിൽ അങ്ങനെ. ഒരുപാട് ദൂരം നിനക്ക് സഞ്ചരിക്കാനുണ്ട്. ഒത്തിരി പേർക്ക് നീ വലിയൊരു ആശ്വാസമാകാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ തിങ്ക് ചെയ്തിട്ട് മുൻപോട്ട് പോവുക. തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അത് 100% ഉറപ്പാണ്. ചേർന്നിരുന്നു കൊണ്ട് അമൃതയെ കൊഞ്ഞണം കുത്തി, കോക്കിലെ ഇപ്പം ചേർന്നിരുന്നുകൊണ്ട് നിന്നെ കൊഞ്ഞണം കുത്തുന്നു. നാളെ ഈ സിമുനുവിനെ കൂടെ ചേർന്നിരുന്നുകൊണ്ട് കോക്കിലെ കൊഞ്ഞം കുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ജയിച്ചു പോകുന്നത് ഇത്തരം നാർസിസ്റ്റ് പേഴ്സണാലിറ്റികളാണ്. അവരെ നമ്മൾ മനസ്സിലാക്കി നീക്കി നിർത്താനുള്ള മാനസിക വലിപ്പം കാണിക്കണം. അത് കാണിക്കാത്തത് കൊണ്ടാണ് സെലിസബത്തുമാർ ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ദിസ് ഈസ് എ റാങ്ക് ബാലറ്റ, ദിസ് ഈസ് റാങ്ക്, വെരി വെരി റാങ്ക്. ഡോണ്ട് ഡു ദിസ്. അല്ലടാ, உனக்கு இங்கே இருந்து போக முடியலை, நீ இங்கே எல்லாமே ஓகே பண்ணி நீ இங்கே குத்தி இருக்குது. ஏன் தம்பி, போயிடு தம்பி. சும்மா தேவையில்லை, பொம்பளை பொருக்கிய இங்கே எல்லாம் சுற்றி தெரியாதே. இங்கே பொம்பளாட்டிகளை விசாரிச்சேன்னா உன்னை பண்ணிடுவாங்க, இவங்க வச்சு செய்வாங்க. புரிஞ்சுக்கோ, உள்ளதை சொன்னேன், உனக்கு நன்மைக்காக சொன்னேன். அக்கா சொல்கிறது கேளு தம்பி. அந்த சங்கச்சியை கூட்டிக்கிட்டு நீ இங்கேருந்து கிளம்பி போக வழியை பாரு. சரிடா, சரி செல்லாம்.